സൂര്യനും ഭൂമിയും ഗ്രഹങ്ങളും അടങ്ങുന്ന സൗരയൂഥത്തിന്റെ അതിർത്തിയിൽ നിലകൊള്ളുന്ന ഊർട്ടുമേഘങ്ങളിൽ നിന്നും നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിന്റെ മറുവശത്തായി കാണപ്പെടുന്ന കൈപ്പർ ബെൽറ്റിൽ നിന്നുമാണ് വാൽ നക്ഷത്രം രൂപപ്പെടുന്നത്. തണുത്തുറഞ്ഞ വെള്ളവും അമോണിയ, മീഥൈൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ വസ്തുക്കൾ അടങ്ങിയവയാണ് ധൂമകേതുക്കൾ അഥവാ വാൽ നക്ഷത്രങ്ങൾ. ഇവ സൗരയൂഥത്തിന്റെ വെളിയിൽ നിന്ന് ഉത്ഭവിച്ച് സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു. ചില വാൽ നക്ഷത്രങ്ങൾ വ്യാഴത്തിനെ ചുറ്റിയും സഞ്ചരിക്കുന്നു. സൂര്യന്റെ അടുത്തേക്ക് വരുമ്പോൾ അതിന്റെ വാലിന്റെ നീളം കൂടി വരുന്നു. ഏപ്രിൽ ആദ്യവാരം നടക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തോടൊപ്പം മറ്റൊരു ആകാശക്കാഴ്ച കൂടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കും. ഡെവിൾസ് കോമറ്റ് അല്ലെങ്കിൽ ചെകുത്താൻ വാൽ നക്ഷത്രം എന്നറിയപ്പെടുന്ന ടോൾ പി പോൺസ് ബ്രൂക്കാസ് എന്ന വാൽ നക്ഷത്രം ദൃശ്യമാവാൻ പോവുകയാണ്. ഈ സമയത്ത് സൂര്യനോട് അടുത്തു നിൽക്കുന്ന നിലയിലാകും വാൽ നക്ഷത്രം കാണപ്പെടുക. 17 കിലോമീറ്റർ വീതിയുള്ള ഈ വാൽ നക്ഷത്രം ഓരോ 71 വർഷമെടുത്ത് സൂര്യനെ ഭ്രമണം ചെയ്യുന്നു. മറ്റുള്ള വാൽ നക്ഷത്രത്തിനേക്കാൾ വിചിത്രമായ 2 കൊമ്പുകൾ ഉള്ളതുകൊണ്ടാണ് ഇതിനെ ചെകുത്താന്റെ വാൽ നക്ഷത്രം എന്ന് വിളിക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള വികിരണം കടുക്കുമ്പോൾ ചിലപ്പോൾ ഈ വാൽ നക്ഷത്രത്തിന്റെ ഹിമം നിറഞ്ഞ പുറന്തോട് പൊട്ടുകയും ക്രയോമാഗ്മ എന്ന പദാർത്ഥം വെളിയിലേക്ക് തെറിക്കുകയും ചെയ്യും. ഈ പുറത്തേക്ക് പോകുന്ന പദാർത്ഥ ഘടനയുടെ രൂപം കൊമ്പുകളെ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഡെവിൾസ് കോമറ്റ് എന്ന പേര് ലഭിച്ചത്. 17 കിലോമീറ്റർ വീതിയുള്ള വാൽ നക്ഷത്രം ചെറുതു തന്നെയാണ്. കാരണം 100 കിലോമീറ്റർ വിസ്തീർണമുള്ള ബെർണാഡിനെല്ലി ബ്രെയിൻസ്റ്റീൻ കൊമറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ കൊമറ്റാണ്. ഈ വിചിത്രമായ കൊമറ്റിനെ എങ്ങനെ ആകാശത്ത് കണ്ടെത്താം? സൂര്യാസ്തമനം കഴിഞ്ഞുള്ള പടിഞ്ഞാറൻ ആകാശത്തെ ചക്രവാളത്തിനോടടുത്താണ് ഇതിന്റെ സ്ഥാനം. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അന്നേരം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ വളരെ തിളക്കമുള്ള ഒരു നക്ഷത്രം കാണാം. അത് നക്ഷത്രമല്ല, വ്യാഴമെന്ന ഗ്രഹമാണ്. ഈ ഗ്രഹത്തിന്റെ ഇടതുവശത്ത് കുറച്ചു മാറി ഇതിനെ കണ്ടെത്താം. അല്ലെങ്കിൽ സ്റ്റെല്ലേറിയം പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചും ഇതിനെ കണ്ടെത്താവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വിചിത്രമായ ചെകുത്താൻ വാൽ നക്ഷത്രം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുമോ? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ ഒട്ടും പറ്റത്തില്ല എന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല. ചന്ദ്രനില്ലാത്ത പ്രകാശമലിനീകരണം കുറഞ്ഞ സ്ഥലത്ത് ഇത് അല്പം മങ്ങിയ രീതിയിൽ വളരെ ചെറുതായി കാണാം. ഒരു ബൈനോക്കുലർ ഉപയോഗിച്ചാൽ ഇതിനെ കാണാൻ സാധിക്കും. ഒരു ടെലിസ്കോപ്പ് ഉപയോഗിച്ചാൽ അതിന്റെ വിചിത്രമായ 2 കൊമ്പും വ്യക്തമായി കാണാം. എന്തായാലും കാലാവസ്ഥയും അനുയോജ്യമായിരിക്കണം. വാൽ നക്ഷത്രം പോലെയുള്ള അപൂർവ നിമിഷങ്ങളിൽ കാർമേഘങ്ങൾ തടസ്സമാകുന്നത് ഇപ്പോൾ സ്ഥിരമാണ്. കഴിഞ്ഞ വർഷം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന പച്ചവാൽ നക്ഷത്രം കാർമേഘം കാരണം തടസ്സമുണ്ടാക്കിയതാണ്. ഇനിയും വരുന്നതിൽ ഏറ്റവും തിളക്കത്തോടെ കാണാൻ സാധിക്കുന്ന വാൽ നക്ഷത്രം ഹാലിയുടെ വാൽ നക്ഷത്രമാണ്. 2061 ഇത് ദൃശ്യമാകും. ഇതുപോലെയുള്ള ജ്യോതിശാസ്ത്ര ഇവന്റുകളെ പറ്റി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ വരുന്നതും വരെ ഗുഡ് ബൈ.